ഓം ശാന്തി. ഇന്നത്തെ മുരളിയുടെ ചർച്ചയിലേക്ക് കടക്കാം. ഇന്നത്തെ തീയതി 1-5-2026. ബാബയുടെ മുരളി ചർച്ച ചെയ്യാം. നമ്മൾ സാധാരണ ചരിത്രത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് എന്താ പറയുക, ഈ രാജാക്കന്മാരുടെയോ അല്ലെങ്കിൽ വലിയ വലിയ സാമ്രാജ്യങ്ങളുടെയോ ഒക്കെ കഥകളാണല്ലോ പറയാറല്ലേ? അതെ അതെ, എപ്പോഴും അങ്ങനെയാണല്ലോ. വലിയ യുദ്ധങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. ശരിയാണ്. പക്ഷേ ഈ കേൾവിക്കാരനായ നിങ്ങളുടെ സ്വന്തം ആത്മാവിന്റെ ആ ഒരു കഴിഞ്ഞ 5000 വർഷത്തെ രഹസ്യചരിത്രം ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ആ അത് മിക്കവാറും ആരും കേട്ടിട്ടുണ്ടാകില്ല. അതെ, ബാബയെന്ന് ഊന്നി പറയുന്ന ആ ഏണിപ്പടിയുടെ ചിത്രത്തിലെ രഹസ്യം എന്ന് പറയുന്നത് സത്യത്തിൽ ഈ നിങ്ങളുടെ തന്നെ ആത്മാവിന്റെ ഒരു യാത്രയാണ്. അതായത് ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്നും നമ്മൾ എങ്ങനെ പടിപടിയായി താഴേക്ക് വന്നു എന്ന്. വളരെ കൃത്യമാണ്. ഈ ഇന്നത്തെ മുരളി എന്ന് പറയുന്നത് കേവലം കുറച്ച് ആത്മീയ ഉപദേശങ്ങളൊന്നുമല്ല, മറിച്ച് നമ്മുടെ ആ ഒരു മനുഷ്യന്റെ യാത്രയുടെ വളരെ കൃത്യമായ വിശകലനമാണ് ബാബ പറയുന്നത്. അതെ. ഇനി എങ്ങനെ തിരികെ മുകളിലേക്ക് പോകാം എന്നതിന്റെ വളരെ സൂക്ഷ്മമായ ഒരു രൂപരേഖ കൂടിയാണ് ബാബ നമുക്ക് നൽകുന്നത്, അല്ലേ? നമ്മൾ ഈ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ സുഖവും ദുഃഖവും ഈ യാത്രയുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടും. തീർച്ചയായും. വെറുതെ ഉപരിപ്ലവമായി കാര്യങ്ങൾ പറയുകയല്ല ബാബ ചെയ്യുന്നത്. അതിന്റെ ശാസ്ത്രീയമായ വശങ്ങൾ കൂടി ബാബ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ ആരായിരുന്നു, ഇപ്പോൾ എന്താണ്, എന്തുകൊണ്ട് നമ്മുടെ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നു എന്നതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണങ്ങളിലേക്കാണ് നമ്മൾ ഇന്നിറങ്ങിച്ചെല്ലുന്നത്. അപ്പൊ നമുക്ക് ആ കൽപ്പത്തിന്റെ കണക്കുകളിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. ബാബ പറയുന്നു, ഈ സൃഷ്ടിചക്രത്തിൽ അരക്കൽപ്പം ജ്ഞാനത്തിന്റെ നൃത്തവും, അതായത് സത്യയുഗവും ത്രേതായുഗവും, പിന്നെ ബാക്കി അരക്കൽപ്പം ഭക്തിയുടെ നൃത്തവുമാണ് നടക്കുന്നത് എന്ന്. അതെ, അങ്ങനെയാണ് ബാബ ആ കണക്ക് പറയുന്നത്. വളരെ കൃത്യമായ 2 ഭാഗങ്ങൾ. എപ്പോഴാണോ ഭക്തി തുടങ്ങുന്നത് അവിടെ ജ്ഞാനം അവസാനിക്കുന്നു എന്ന് ബാബ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാകാത്തത് എന്താണെന്ന് വെച്ചാൽ, സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ആത്മാക്കൾ സതോപ്രധാനമായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. ശരിയാണ്. അവർക്കൊരു കുറവുമില്ലായിരുന്നു. അതെ, അവർക്ക് ജ്ഞാനത്തിന്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിച്ചിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചിട്ടാണ് ഈ ജ്ഞാനം പെട്ടെന്നങ്ങ് ഇല്ലാതാവുകയും എന്നിട്ട് ഭക്തി തുടങ്ങുകയും ചെയ്യുന്നത്? അതെങ്ങനെയാ സംഭവിക്കുക? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. പെട്ടെന്നൊരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജ്ഞാനം ഇല്ലാതാവുകയല്ല ചെയ്യുന്നത്. സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ആത്മാക്കൾ പൂർണ്ണമായും ആത്മീയ ബോധത്തിലായിരുന്നു. അവർക്ക് ഒരു കാര്യത്തിലും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അതായത് അവർക്ക് ദുഃഖമില്ല. അതെ, ദുഃഖമില്ല. അതുകൊണ്ട് തന്നെ ആരോടെങ്കിലും പോയി യാചിക്കേണ്ട ഒരു ആവശ്യവുമില്ല. എന്നാൽ കാലം ഇങ്ങനെ മുന്നോട്ട് പോകുന്തോറും ആത്മാവിന്റെ ശക്തി പതിയെ കുറഞ്ഞു വരികയാണ്. ശക്തി കുറയുന്നു. അതെ, ദ്വാപരയുഗം എത്തുമ്പോഴേക്കും ആത്മാക്കൾ തങ്ങളുടെ ആ യഥാർത്ഥ സ്വരൂപം മറക്കുകയാണ്. എന്നിട്ട് ഈ ഭൗതികമായ ശരീരമാണ് താൻ എന്ന ബോധത്തിലേക്ക്, അതായത് ദേഹാഭിമാനത്തിലേക്ക് പതിയെ വീഴുന്നു. ആ ദേഹാഭിമാനം വരുമ്പോഴാണോ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്? തീർച്ചയായും. ശരീരബോധം വരുമ്പോൾ സ്വാഭാവികമായും സ്വന്തമെന്ന ചിന്തയും ഭയവും ആഗ്രഹങ്ങളും ഒക്കെ ജനിക്കുമല്ലോ. അവിടെ തനിക്കെന്തോ കുറവുണ്ടെന്ന് ആ ഒരു തോന്നല് ആരംഭിക്കുകയാണ്. അപ്പോൾ ആ കുറവ് നികത്താൻ വേണ്ടിയായിരിക്കും അല്ലേ ഈ അന്വേഷണം തുടങ്ങുന്നത്? അതെ, അതാണ് കാര്യം. തനിക്ക് നഷ്ടപ്പെട്ട ആ ശക്തി തിരികെ കിട്ടാൻ വേണ്ടിയാണ് ആത്മാക്കൾ ഈശ്വരനെ അന്വേഷിക്കാൻ തുടങ്ങുന്നത്. അവിടെയാണ് ഭക്തി ആരംഭിക്കുന്നത് എന്ന് ബാബ പറയുന്നു. അപ്പോൾ നമ്മൾ ദുഃഖം അനുഭവിച്ചു തുടങ്ങുമ്പോഴാണ് ശരിക്കും ഭഗവാനെ വിളിക്കുന്നതല്ലേ? പക്ഷേ ഞാൻ ഈ കേൾവിക്കാരന്റെ ഭാഗത്തു നിന്ന് ഒന്ന് ചിന്തിക്കട്ടെ. ചോദിച്ചോളൂ. ബാബ പറയുന്നത് ഭക്തി നമ്മളെ താഴ്ന്ന കലയിലേക്കാണ്, അതായത് താഴേക്കാണ് കൊണ്ടുപോകുന്നതെന്ന്. ഇത് കേൾക്കുമ്പോൾ ആർക്കായാലും ചെറിയൊരു ആശയക്കുഴപ്പം തോന്നും. അത് സ്വാഭാവികമാണ്. ഭക്തി എന്ന് പറയുന്നത് എല്ലാവർക്കും വലിയ താല്പര്യമുള്ള കാര്യമാണല്ലോ. അതെ, മനുഷ്യർ വളരെ ആത്മാർത്ഥതയോടെയും സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും ഒക്കെ ചെയ്യുന്ന ഒന്നല്ലേ ഭക്തി? അതെങ്ങനെയാണ് മനുഷ്യനെ താഴേക്ക് കൊണ്ടുപോകുന്നത്? അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ട് തോന്നില്ലേ? അത് ശരിയാണ്. പക്ഷെ ഭക്തിയിലുള്ള ആത്മാർത്ഥതയെ ബാബ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല. ആദ്യകാലത്ത്, അതായത് ആ ദ്വാപരയുഗത്തിന്റെ തുടക്കത്തിൽ ഭക്തി വളരെ ശുദ്ധമായിരുന്നു. അന്നവർ പരമാത്മാവിനെ മാത്രമായിരുന്നല്ലോ ആരാധിച്ചിരുന്നത്. അതെ. പക്ഷെ പ്രശ്നം എന്താണെന്നാൽ അവർക്ക് ഭഗവാൻ ആരാണെന്നോ
അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപം എന്താണെന്നുള്ള കൃത്യമായ തിരിച്ചറിവില്ലായിരുന്നു. വെറും വിശ്വാസം മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഓ, അപ്പോൾ ജ്ഞാനമില്ലാതെ വെറും വിശ്വാസം മാത്രം. അതെ. കാലക്രമേണ ഈ വിശ്വാസം പല വഴിക്ക് തിരിഞ്ഞു. പ്രകൃതിശക്തികളെയും മനുഷ്യരെയും മൃഗങ്ങളെയും എല്ലാം അവർ ആരാധിക്കാൻ തുടങ്ങി. അതിനെയാണ് ബാബ വ്യഭിചാരിയായ ഭക്തി എന്ന് വിളിക്കുന്നത്. ആ, ശ്രദ്ധ പലയിടത്തേക്ക് ചിതറിപ്പോകുന്നു അല്ലേ? തീർച്ചയായും. എവിടെയൊക്കെ ശക്തിയുണ്ടോ അവിടെയൊക്കെ മനുഷ്യർ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മൾ ഈ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി വ്യായാമം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു യന്ത്രമില്ലേ, ഒരിടത്ത് തന്നെ നിർത്താതെ ഓടാൻ കഴിയുന്നത്, ഈ ട്രെഡ്മിൽ എന്ന് പറയുമല്ലോ. ട്രെഡ്മിൽ. അതെ. ഇരുട്ടിൽ ആ യന്ത്രത്തിൽ കയറി ഓടുന്നത് പോലെയാണോ ഈ ഭക്തി? അതായത് നമ്മൾ ഒരുപാട് ഊർജം ചെലവാക്കുന്നു, കഷ്ടപ്പെടുന്നു, കിതയ്ക്കുന്നു, പക്ഷെ ഒരിഞ്ചു പോലും മുന്നോട്ടു പോകുന്നില്ല, ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല, അല്ലേ? വളരെ കൃത്യമായ ഉപമയാണ് നിങ്ങൾ പറഞ്ഞത്. അതെ, ആ ഇരുട്ടിൽ ആ യന്ത്രത്തിൽ ഓടുന്നതുപോലെ തന്നെയാണ് യഥാർത്ഥ ജ്ഞാനമില്ലാതെയുള്ള ഈ ഭക്തിയും. അവർക്ക് ഭഗവാനോട് അതിയായ സ്നേഹമുണ്ട്, പക്ഷെ നിർഭാഗ്യവശാൽ വഴി അറിയില്ല. വഴി അറിയാതെ ഓടുന്നു. അതെ. സദ്ഗതി, അതായത് യഥാർത്ഥ മോക്ഷവും സുഖവും നൽകാൻ പരമാത്മാവിന് മാത്രമേ സാധിക്കൂ എന്ന് ബാബ പറയുന്നു. എന്നാൽ വഴി അറിയാതെ നമ്മൾ എത്ര ഓടിയാലും നമ്മൾ എവിടെയാണോ അവിടെ തന്നെ നിൽക്കും, അല്ലെങ്കിൽ ക്ഷീണിച്ചു കൂടുതൽ താഴേക്ക് പോകും. ശരിക്കും നമ്മൾ ഈ കലിയുഗത്തിൽ അതാണ് കാണുന്നത്. ആളുകൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു. അതെ അതെ. ആർക്കും വഴി കൃത്യമായി അറിയാത്തതുകൊണ്ടാണ് ഒടുവിൽ പരമാത്മാവിന് തന്നെ, ശിവബാബയ്ക്ക് തന്നെ നേരിട്ട് വന്ന് ഈ യഥാർത്ഥ ജ്ഞാനം നൽകേണ്ടി വരുന്നത്. അപ്പോൾ ആർക്കും വഴി അറിയാത്തതുകൊണ്ട് സ്വയം വഴി കാണിക്കാൻ ബാബ വരുന്നു. വന്നിട്ട് ബാബ നമ്മളോട് ആദ്യം പറയുന്ന കാര്യം ഈ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ്. അതായത് ഈ ആത്മാവിന്റെ അവസ്ഥയെക്കുറിച്ച്. അതെ. കലിയുഗത്തിൽ ആത്മാവ് തമോപ്രധാനമായി മാറി ആത്മാവിൽ ക്ലാവ് പിടിച്ചിരിക്കുന്നു, അതായത് ഈ ഇരുമ്പ് തുരുമ്പെടുക്കുന്നത് പോലെ ആയിരിക്കുന്നു എന്ന് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. ഇത് മാറ്റാൻ ബാബയെ ഓർമ്മിക്കുക എന്നത് മാത്രമാണ് വഴിയെന്നും ബാബ പറയുന്നു. അതെ, അതാണ് ഒരേയൊരു മാർഗം. എന്റെ സംശയം ഇതാണ്, എന്തുകൊണ്ടാണ് ശരീരബോധം ആത്മാവിൽ ഒരു തുരുമ്പ് പോലെ പ്രവർത്തിക്കുന്നത്? ബാബയെ ഓർമ്മിച്ചാൽ ഈ കറ എങ്ങനെയാണ് ഇല്ലാതാകുന്നത്? പെട്ടെന്നൊരു മാജിക് പോലെ ഇത് പോകുമോ? നമ്മൾ നേരത്തെ പറഞ്ഞ ആ ദേഹാഭിമാനം തന്നെയാണ് ഈ കറ. ആത്മാവെന്ന് പറയുന്നത് സത്യത്തിൽ വളരെ ശുദ്ധമായ ഒരു പ്രകാശമാണ്, ഒരു ബിന്ദുവാണ്. എന്നാൽ ഞാൻ ഈ ശരീരമാണ് എന്ന് വിശ്വസിക്കുമ്പോൾ ഈ ഭൗതിക ലോകത്തിലെ വസ്തുക്കളോടും വ്യക്തികളോടുമൊക്കെ നമുക്ക് വലിയൊരു മമതയുണ്ടാകുന്നു. എല്ലാം എന്റേതാണെന്ന് തോന്നൽ. അതെ. അവിടെ നിന്നാണ് കോപം, സ്വാർത്ഥത, അഹങ്കാരം തുടങ്ങിയ വികാരങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇവയെല്ലാം തെറ്റായ കർമ്മങ്ങളിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ഈ തെറ്റായ കർമ്മങ്ങളാണ് ആ തുരുമ്പ്, അല്ലേ? തീർച്ചയായും. ഈ തെറ്റായ കർമ്മങ്ങളുടെ ഭാരമാണ് ആത്മാവിനെ തുരുമ്പിച്ചൊരു ഇരുമ്പ് പോലെയാക്കുന്നത്. ഇത് മാറ്റാൻ ബാബ പറയുന്നു, ആത്മാവൊരു ബിന്ദുവാണെന്ന് ആദ്യം തിരിച്ചറിയുക. പരമാത്മാവായ ബാബയും അതുപോലൊരു ബിന്ദുവാണ്. ബിന്ദുരൂപത്തിലുള്ള ഓർമ്മ. അതെ, ആ ബിന്ദുരൂപത്തിലുള്ള ഓർമ്മയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മരുന്ന്. ആ ഓർമ്മയിലൂടെയാണ് ഈ ക്ലാവ് മാഞ്ഞു പോകുന്നത്. ആ ബിന്ദുരൂപത്തിലുള്ള ഓർമ്മ എനിക്ക് മുഴുവനായിട്ടങ്ങ് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് ഈ പരമാത്മാവിനെ ഒരു ബിന്ദുവായി തന്നെ ഓർമ്മിക്കണമെന്ന് ബാബ ഇത്ര നിർബന്ധം പിടിക്കുന്നത്? നമുക്കൊരു വലിയ പ്രകാശമായോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു രൂപത്തിലോ ഓർമ്മിച്ചാൽ പോരെ? ഈ ബിന്ദുവിന് എന്താണ് ഇത്ര പ്രത്യേകത? അവിടെയാണ് ഈ ഓർമ്മയുടെ ശാസ്ത്രമിരിക്കുന്നത് എന്ന് ബാബ പറയുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ബിന്ദുവിന് നീളമോ വീതിയോ ഭാരമോ ഒന്നുമില്ലല്ലോ. അതെ, അതിനൊരു ഭൗതികമായ അളവുകളില്ല. അതുതന്നെ. അത് പൂർണ്ണമായും ഭൗതികതയിൽ നിന്നുള്ളൊരു വിടുതലാണ്. നമ്മൾ ബാബയെ ഒരു രൂപത്തിൽ സങ്കൽപ്പിച്ചാൽ വീണ്ടും നമ്മൾ ഭൗതികമായ ഒരു ശരീരത്തെയാണല്ലോ ഓർക്കുന്നത്. ഓ, അപ്പോൾ നമ്മൾ വീണ്ടും ആ ശരീരബോധത്തിലേക്ക് തന്നെ പോകും. അതെ. എന്നാൽ ഞാൻ ഭാരമില്ലാത്ത ഒരു പ്രകാശബിന്ദുവാണെന്നും എന്റെ അച്ഛനായ പരമാത്മാവും അതേപോലെ ഒരു ബിന്ദുവാണെന്നും അനുഭവിക്കുമ്പോൾ നമ്മൾ ഈ ശരീരത്തിൽ നിന്നും ഈ ഭൗതിക ലോകത്തിന്റെ എല്ലാ ഭാരങ്ങളിൽ നിന്നും പൂർണ്ണമായും സ്വതന്ത്രരാവുകയാണ്. അത് വളരെ ആഴത്തിലുള്ളൊരു ചിന്തയാണ്. ശരീരമില്ലാത്ത ബാബയെ ശരീരമില്ലാത്ത ആത്മാവായി നിന്ന് ഓർമ്മിക്കുമ്പോൾ മാത്രമേ ആ യഥാർത്ഥ ബന്ധം അവിടെ സ്ഥാപിക്കാൻ കഴിയൂ. ഈയൊരു ഓർമ്മയിലൂടെ മാത്രമേ ആത്മാവിലെ ആ പഴയ പാപകർമ്മങ്ങളുടെ ഭാരം, അതായത് ആ നമ്മൾ പറഞ്ഞ തുരുമ്പ്, ഇല്ലാതാവുകയുള്ളൂ. ബാബ വളരെ കൃത്യമായി പറയുന്നു, ഈ കറ പോകാതെ പുതിയ ലോകത്തേക്ക് പോകാൻ ആർക്കും കഴിയില്ലാന്ന്. അത് ശരിയാണ്.
പക്ഷെ ഇവിടെ ബാബ ചോദിക്കുന്ന വളരെ ലളിതമായ എന്നാൽ നമ്മെ വല്ലാതെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. എന്താണത്? നമ്മൾ നമ്മുടെ കുടുംബത്തെയോ അല്ലെങ്കിൽ കുട്ടികളെയോ ഒന്നൊരിക്കലും മറക്കുന്നില്ലല്ലോ. എപ്പോഴും അവര് നമ്മുടെ മനസ്സിലുണ്ടാവും. പിന്നെന്തിനാണ് ഇത്രയും അനന്നമായ സമ്പത്തും പദവിയും നൽകുന്ന അച്ഛനെ നമ്മൾ എപ്പോഴും മറന്നുപോകുന്നതെന്ന് ബാബ ചോദിക്കുന്നു. അതെ, അത് ബാബ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ പണ്ട് ഈ റേഡിയോ ഒക്കെ കേൾക്കുമ്പോൾ ശബ്ദം കൃത്യമായി കിട്ടാൻ ആ തരംഗം അല്ലെങ്കിൽ മീറ്റർ വളരെ സൂക്ഷ്മമായി ട്യൂൺ ചെയ്ത് വെക്കില്ലേ? ആ അതെ, ഫ്രീക്വൻസി കറക്റ്റ് ആയിരിക്കണം. അതുപോലെ നമ്മുടെ ബുദ്ധി ഈ ഭൗതിക ലോകം എന്നൊരു തെറ്റായ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണോ ഈ ഓർമ്മക്കുറവ് നമുക്ക് വരുന്നത്? അതെ, ആ റേഡിയോ ട്യൂൺ ചെയ്യുന്ന ഉപമ വളരെ ശരിയാണ്. കഴിഞ്ഞ അരക്കൽപ്പമായി, അതായത് ആ ദ്വാപരയുഗം മുതൽ നമ്മുടെ ബുദ്ധി ഈ ഭൗതികം എന്ന മീറ്ററിലാണ് നമ്മൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. നമ്മളത് ശീലിച്ചുപോയി. അതെ, കണ്ണുകൊണ്ട് കാണുന്നതും തൊട്ടറിയുന്നതുമായ കാര്യങ്ങൾ മാത്രമാണ് സത്യമെന്ന് നമ്മൾ വിശ്വസിച്ച് ശീലിച്ചുപോയി. അതുകൊണ്ട് ഈ ഭൗതികമായ കുടുംബത്തെ ഓർമ്മിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മുടെ മുന്നിൽ എപ്പോഴും ഉള്ളതുകൊണ്ട്. എന്നാൽ ബാബയ്ക്ക് ശരീരമില്ലല്ലോ. ബാബ ഈ ജനനമരണ ചക്രത്തിൽ വരുന്നില്ല. അതുകൊണ്ട് ആ പഴയ ഭൗതികമായ ശീലത്തിൽ നിന്നും ആത്മീയതയുടെ പുതിയൊരു തലത്തിലേക്ക് നമ്മുടെ ബുദ്ധിയെ മാറ്റുക എന്നത് അല്പം പരിശ്രമം ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതിനാണ് ബാബ നമ്മെ ഈ രാജയോഗം അഭ്യസിപ്പിക്കുന്നത്. ഓ, മനസ്സിലായി. അപ്പൊ നമ്മളെ തന്നെ മറന്നുപോയി, ബാബയെയും മറന്നു. ഈ ഓർമ്മ മറക്കുന്നത് കൊണ്ടാണ് നമ്മൾ താഴേക്ക് പോകുന്നത്, വികർമ്മങ്ങള് അഥവാ പാപങ്ങള് ചെയ്യുന്നത്. അതെ, അതാണ് അടിസ്ഥാന കാരണം. ഒരു നിമിഷം ഇവിടെ നിൽക്കട്ടെ. ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായും എന്റെ ഉള്ളിലും ഒരുപക്ഷേ ഈ കേൾവിക്കാരനായ നിങ്ങളുടെ ഉള്ളിലും ഒരു വലിയ ചോദ്യം ഉയർന്നുവരും. എന്ത് ചോദ്യമാണ്? ഈ മനുഷ്യന്റെ ഈ ലോകത്തുള്ള എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ശരിക്കും ഭഗവാനാണോ? സർവശക്തനായ ഭഗവാനാണ് നമ്മളെ സൃഷ്ടിച്ചതെങ്കിൽ നമ്മൾ ഈ വികാരങ്ങളിൽ കുടുങ്ങി താഴേക്ക് പോകാൻ അദ്ദേഹം എന്തിനനുവദിച്ചു? ആളുകൾ എപ്പോഴും ചോദിക്കുന്ന ഒന്നാണത്. അതെ, നമ്മുടെ ദുഃഖങ്ങൾക്ക് കാരണം ഭഗവാൻ തന്നെയാണോ എന്നൊരു സംശയം വരില്ലേ? ഇന്നത്തെ മുരളിയില് മാതേശ്വരിജിയുടെ വളരെ പ്രധാനപ്പെട്ട ചില വാക്കുകളിലൂടെ ബാബ ഇതിന് ഉത്തരം നൽകുന്നുണ്ടല്ലേ? അതെ, മാതേശ്വരിജിയുടെ വാക്കുകൾ ഈ വിഷയത്തിൽ വലിയൊരു അറിവാണ് നമുക്ക് നൽകുന്നത്. സുഖവും ദുഃഖവും നൽകുന്നത് പരമാത്മാവാണ് എന്ന് ലോകത്തിലുള്ള പലരും വിശ്വസിക്കുന്നുണ്ടല്ലോ. ഭഗവാൻ നമ്മെ പരീക്ഷിക്കുകയാണെന്നൊക്കെ അവർ പറയും. അതെ, നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്, ഭഗവാന്റെ ഓരോ ലീലകളാണെന്നൊക്കെ പറയും. എന്നാൽ അത് തികച്ചും തെറ്റാണെന്ന് ബാബ വ്യക്തമാക്കുന്നു. ബാബ സുഖത്തിന്റെ മാത്രം രചയിതാവാണ്. സ്വർഗം മാത്രമാണ് ബാബ സൃഷ്ടിക്കുന്നത്. പരമാത്മാവ് ഒരിക്കലും ആർക്കും ദുഃഖം നൽകുന്നില്ല എന്നു ബാബ പറയുന്നു. അപ്പോ പിന്നെ എങ്ങനെയാണ് ഈ ദുഃഖം വരുന്നത്? ഭഗവാൻ സർവശക്തനല്ലേ? മായ നമ്മളെ താഴേക്ക് വലിക്കുമ്പോൾ ഭഗവാൻ അതൊന്ന് തടഞ്ഞുകൂടെ? എന്തിന് നമ്മളെങ്ങനെ കഷ്ടപ്പെടുത്തണം? അവിടെയാണ് നമ്മൾ ആ കർമ്മത്തിന്റെ നിയമം മനസ്സിലാക്കേണ്ടത്. പരമാത്മാവ് നമ്മെ പാവപ്പാവകളെ പോലെ അങ്ങനെ നിയന്ത്രിക്കുകയല്ല ചെയ്യുന്നത്. ഓരോ ആത്മാവിനും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ചോയ്സ് ആണ് അല്ലേ? അതെ, ബാബ പറയുന്നു, നമ്മൾ രചയിതാവിനെ മറന്ന് ദേഹബോധത്തിലേക്ക് വന്ന് കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം എന്നീ 5 വികാരങ്ങളിൽ കുടുങ്ങി തെറ്റായ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് നാം ദുഃഖം അനുഭവിക്കുന്നത്. നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ ലോകം സൃഷ്ടിക്കുന്നത് എന്ന് ഈ ലോകനാടകത്തിന്റെ നിയമം പറയുന്നു. അതായത് പുറത്തുനിന്നുള്ള ഒരാളല്ല പ്രശ്നം. അല്ല, മായ എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു രാക്ഷസനല്ല. മറിച്ച് നമ്മുടെ തന്നെ അജ്ഞതയാണ്, നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്ന തെറ്റായ വഴികളാണ്. നമ്മൾ തെറ്റായ കാര്യങ്ങൾക്കോ ദുഃഖത്തിനോ വേണ്ടി ആരുടെയും സഹായം സ്വീകരിക്കാറില്ല എന്ന് മമ്മ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അത് ശരിയാണ്. എന്നാൽ മായയുടെ പ്രലോഭനങ്ങളിൽ വീണ് നമ്മൾ തെറ്റായ കർമ്മങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമങ്ങ് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഈ ദുഃഖം വരുന്നത്. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴെനിക്ക് ഓർമ്മ വരുന്നത്, നമ്മൾ ഈ പുതിയൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയറിയാൻ മൊബൈലിൽ നാവിഗേഷൻ മാപ്പ് നോക്കാറുണ്ടല്ലോ. എങ്ങോട്ട് പോകണം, ഏതു വഴിയിലൂടെ പോയാൽ കുഴികളില്ലാതെ സുരക്ഷിതമായി എത്താമെന്ന് ആ മാപ്പ് കൃത്യമായി പറഞ്ഞുതരും. അതെ, GPS ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ ബാബ എന്ന് പറയുന്നതും നമുക്ക് ഈ ശരിയായ വഴി കാണിച്ചു തരുന്ന ആ നാവിഗേഷൻ അല്ലെങ്കിൽ GPS സംവിധാനം പോലെയാണല്ലേ?
എന്നിട്ട് നമ്മളത് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിന് തോന്നിയ വഴിക്ക് വണ്ടി കൊണ്ടുപോയി വല്ല വലിയ കുഴിയിലും ചാടിച്ചാൽ അതിന് ആ മാപ്പ് ഉണ്ടാക്കിയ ആളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഒരിക്കലുമില്ല. നമ്മുടെ തീരുമാനം തന്നെയല്ലേ നമുക്ക് ആ ദുഃഖം നൽകിയത്? വളരെ കൃത്യമായൊരു വിശകലനമാണത്. ബാബ കൂടെ ഉള്ളപ്പോൾ, ബാബ നൽകിയ ശ്രീമതമനുസരിച്ച് നടക്കുമ്പോൾ നമ്മൾ മുകളിലേക്കാണ് പോകുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴാണോ ബാബയുടെ കൈവിടുന്നത്, അപ്പോൾ സ്വാഭാവികമായും നമ്മൾ താഴേക്ക് വീഴും. അത് നമ്മുടെ തന്നെ തെറ്റാണ്. അതെ. ഇത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ ദുഃഖത്തിന് കാരണം ഭഗവാനാണ് അല്ലെങ്കിൽ മറ്റുള്ളവരാണ് എന്ന് പറഞ്ഞ് ആരെയും പഴിചാരാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയുടെ ആ ഒരു പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കണം. അതാണ് ബാബു പറയുന്നത്. ശരി, എനിക്കെന്റെ തെറ്റ് മനസ്സിലായി. ഈ കർമ്മ സിദ്ധാന്തവും മനസ്സിലായി. എന്റെ അവസ്ഥയ്ക്ക് കാരണം ഞാൻ തന്നെയാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇന്നത്തെ ജീവിതത്തിൽ ഞാൻ ഇതെങ്ങനെ പ്രായോഗികമാക്കും? അതാണ് ഏറ്റവും പ്രധാനം. ബാബ പറയുന്നത് ഈ പഴയ ലോകത്തോടുള്ള വൈരാഗ്യം വേണമെന്ന്, ശരീരമെന്ന ഈ ജീർണിച്ച വസ്ത്രത്തോടുള്ള മമത്വം ഒഴിവാക്കണമെന്ന്. ഇത് കേട്ട് എല്ലാം ഉപേക്ഷിച്ചു വീടും കുടുംബവും ഒക്കെ വിട്ട് കാട്ടിൽ പോയി തപസ് ചെയ്യാനാണോ ബാബ പറയുന്നത്? അതൊരിക്കലും നടക്കുന്ന കാര്യമല്ലല്ലോ. ഒരിക്കലുമല്ല. അതാണ് ബാബ പഠിപ്പിക്കുന്ന ഈ രാജയോഗത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. സന്യാസിമാർ വീടും നാടും ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുന്നു. അതിനെ അവർ നിവൃത്തിമാർഗമെന്ന് പറയും. എല്ലാം ഉപേക്ഷിക്കുന്ന വഴി. അതെ. എന്നാൽ ബാബ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രവൃത്തിമാർഗമാണ്. കുടുംബത്തിൽ ജീവിക്കുക, നിങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഭംഗിയായി നിറവേറ്റുക. എന്നാൽ ബുദ്ധികൊണ്ട്, മനസ്സുകൊണ്ട് എല്ലാത്തിൽ നിന്നും വിട്ടുനിൽക്കുക. ഒരു താമരപ്പൂവ് പോലെയാണോ? അതെ. കൃത്യമായി പറഞ്ഞാൽ ആ ചേട്ടിൽ നിൽക്കുമ്പോഴും അതിലെ ചെളി പുരളാതെ നിൽക്കുന്ന താമരപ്പൂവ് പോലെ. എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോകുന്നത് സത്യത്തിൽ വളരെ എളുപ്പമാണ്. അവിടെ നിങ്ങൾക്ക് വെല്ലുവിളികളൊന്നുമില്ല. അതെ, അവിടെ ആരും നമ്മളെ ദേഷ്യം പിടിപ്പിക്കാനൊന്നും വരില്ലല്ലോ. ശരിയാണ്. പക്ഷേ ഈ എല്ലാത്തിനുമിടയിൽ ജീവിച്ചുകൊണ്ട്, സ്വന്തം കുടുംബത്തിൽ ജീവിച്ചുകൊണ്ട്, ഒന്നിനോടും മമതയില്ലാതെ, ഒരു കാര്യത്തിലും കുടുങ്ങിപ്പോകാതെ ജീവിക്കുക എന്നതാണ് യഥാർത്ഥ വെല്ലുവിളിയും ഏറ്റവും ഉയർന്ന ലക്ഷ്യവും എന്ന് ബാബ പറയുന്നു. കേൾക്കുമ്പോൾ വളരെ നല്ലതാണെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, പ്രായോഗികമായി ചിന്തിക്കുമ്പോഴത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ബാബ പറയുന്നു, മരപ്പണി ചെയ്യുമ്പോഴോ എന്തിന് രാജ്യം ഭരിക്കുമ്പോഴോ ബാബയെ ഓർമ്മിക്കാമെന്ന്. രാജാ ജനകന്റെ കാര്യം ബാബ ഉദാഹരണമായി പറയുന്നുണ്ട്. അതെ, ജനക മഹാരാജാവിന്റെ കാര്യം. ഇത് ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതുപോലെയല്ലേ? ഞാനൊരു വളരെ സങ്കീർണമായ ജോലി ചെയ്യുമ്പോഴെന്റെ മുഴുവൻ ശ്രദ്ധയും അതിലും വേണ്ടേ? അപ്പോൾ ഞാൻ ബാബയെ ഓർമ്മിക്കാൻ ശ്രമിച്ചാൽ എന്റെ ജോലി തെറ്റിപ്പോകില്ലേ? ഇവിടെയാണ് നമ്മൾ ഓർമ്മ എന്ന വാക്കിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ബാബയെ ഓർമ്മിക്കുക എന്നത് ഒരേ സമയം രണ്ടു കാര്യങ്ങൾ ചെയ്യുന്നതുപോലെയല്ല. അതൊരു മന്ത്രം പോലെ ജപിച്ചുകൊണ്ടിരിക്കുന്ന രീതിയല്ല എന്ന് ബാബ പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണത് ചെയ്യുക? മറിച്ച് അതൊരു അടിസ്ഥാനപരമായ ബോധമാണ്. ഉദാഹരണത്തിന്, നിങ്ങളൊരു ജോലി ചെയ്യുമ്പോൾ നിങ്ങളൊരു പുരുഷനാണെന്നോ അല്ലെങ്കിൽ സ്ത്രീയാണെന്നുള്ള ബോധം നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ. അതെ, അതെപ്പോഴുമുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഞാൻ പുരുഷനാണ് എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് നിങ്ങളുടെ സ്വാഭാവികമായ അവസ്ഥയാണ്. അതുപോലെ ഞാനൊരു പ്രകാശബിന്ദുവായ ആത്മാവാണ്, ഈ ശരീരം വെറും വസ്ത്രമാണ്, പരമാത്മാവായ ബാബയുടെ കുട്ടിയാണ് ഞാനെന്ന് ആ ബോധം നിങ്ങളുടെ അടിസ്ഥാന അവസ്ഥയായി മാറണം. അതൊരു ശീലമായി മാറണമല്ലേ? അതെ. ബാബ ഇന്നത്തെ മുരളിയിൽ ഉപയോഗിക്കുന്ന വാക്ക് ഏകരസസ്ഥിതി എന്നാണ്. അതായത് ഒട്ടും ഇളകാത്ത ദൃഢമായ അവസ്ഥ. ഈ ആത്മീയബോധം ശീലമാകുമ്പോൾ സത്യത്തിൽ നിങ്ങളുടെ ജോലിയോടുള്ള ശ്രദ്ധ കുറയുകയല്ല, മറിച്ച് കൂടുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാ അങ്ങനെ സംഭവിക്കാം? കാരണം ഭയം, ടെൻഷൻ, അഹങ്കാരം തുടങ്ങിയ മാനസിക ഭാരങ്ങളില്ലാതാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തതയോടെ ജോലി ചെയ്യാൻ സാധിക്കും. മനസ്സിൽ മറ്റ് അലച്ചിലുകളില്ലാതാകുമ്പോൾ ഏകാഗ്രത കൂടും. അതൊരു വലിയ തിരിച്ചറിവാണ് കേട്ടോ. അപ്പോൾ ആത്മീയത എന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ നിന്നും ഒളിച്ചോടാനുള്ള വഴിയല്ല, മറിച്ച് ജീവിതത്തെ കൂടുതൽ വ്യക്തതയോടെ നേരിടാനുള്ള കരുത്താണ്. നമ്മൾ ഇന്ന് ബാബയുടെ മുരളിയിലെ വളരെ ആഴത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. അതെ, വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. നമ്മുടെ ഈ വിശദമായ പഠനത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ചർച്ചയിലെ പ്രധാന പോയിന്റുകൾ ഒന്നുകൂടി ഞാൻ കേൾവിക്കാർക്കായി ഓർമ്മിപ്പിക്കാം.
അരക്കൽപ്പത്തെ ശരീരബോധം കാരണം ആത്മാവിൽ പിടിച്ച ക്ലാവ് അഥവാ ആ ഭാരം മാറ്റാനുള്ള ഒരേ ഒരു വഴി ഞാനൊരു ബിന്ദുവാണെന്ന ബോധത്തോടെ ബാബയുമായി ബുദ്ധിയോഗം സ്ഥാപിക്കുക എന്നതു മാത്രമാണ്. തീർച്ചയായും ഓർമ്മയുടെ യാത്ര. അതെ. പിന്നെ നമ്മുടെ സുഖങ്ങൾക്കും ദുഃഖങ്ങൾക്കും കാരണം നമ്മൾ സ്വയം ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെയാണ്. അതിനാൽ ആരെയും പഴിചാരാതെ സ്വന്തം കർമ്മങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കണം. ഒപ്പം ഈ പഴയ ലോകത്തിലെ എല്ലാ കാര്യങ്ങളോടും മനസ്സുകൊണ്ട് വൈരാഗ്യം വെച്ച് ഒരു താമരപ്പൂവ് പോലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നമ്മൾ പുതിയ ലോകത്തിന്റെ അധികാരികളായി മാറണം. അതെ, ഈ കാര്യങ്ങൾ നമ്മൾ വെറുതെ കേട്ടു മറക്കാനുള്ളതല്ല. ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ്. ആത്മാവിനെ സതോപ്രധാനമാക്കി, അതായത് പൂർണ്ണമായും ശുദ്ധമാക്കി മാറ്റുന്നതിനുള്ള പരിശ്രമമാണ് ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ബാബ ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായും. ഇനി ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിനു മുൻപ് നിങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. ഇന്നത്തെ മുരളിയിലെ സ്ലോഗൻ ബാബ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എവിടെ എന്റേതെന്ന ഭാവമുണ്ടോ അവിടെ ബുദ്ധിയുടെ അലച്ചിലുണ്ടാകുന്നു എന്ന്. വളരെ അർത്ഥവത്തായ ഒരു സ്ലോഗനാണത്. അതെ. ഈ ചർച്ച കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് തിരികെ പോകുമ്പോൾ സ്വസ്ഥമായിരുന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന, നിങ്ങൾ എപ്പോഴും സങ്കടപ്പെടുത്തുന്ന, ഇതെന്റേതാണ് എന്ന് നിങ്ങൾ വളരെ മുറുകെ പിടിച്ചിരിക്കുന്ന ആ ഒരു കാര്യം എന്താണ്? അതൊരു വ്യക്തിയാകാം, നിങ്ങളുടെ ജോലിയാകാം, സമ്പത്താകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങൾ പോലുമാകാം. അതൊന്ന് വിട്ടുകളഞ്ഞാൽ, ആ ഭാരം ബാബയെ ഏൽപ്പിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ സ്വാതന്ത്ര്യവും അതീന്ദ്രിയ സുഖവും എത്ര വലുതായിരിക്കും. ഈ ഒരു ചിന്തയോടെ ഇന്നത്തെ ഈ ചർച്ച നമുക്കിവിടെ അവസാനിപ്പിക്കാം. തീർച്ചയായും ഇതൊരു വലിയ ചോദ്യമാണ് നമ്മൾ സ്വയം ചോദിക്കേണ്ടത്. ഓം ശാന്തി.